إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികൾ, അർഹമുർറഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയുള്ളവരായി റബ്ബിനെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്ന ജീവിതം നയിച്ച് മുന്നോട്ട് പോയി അള്ളാഹുവിൻ്റെ മഹനീയമായ സ്വർഗം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യം എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ, അവരുടെ ഹൃദയങ്ങളിൽ ഉൾച്ചേർന്നു നിൽക്കേണ്ട ഒന്നായിട്ടാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശ്വാസികളായ ആളുകളെ ബോധ്യപ്പെടുത്തുന്നത്. കാരുണ്യമെന്ന് വാക്ക് കേൾക്കാത്ത ഒരു ദിവസം പോലും പലപ്പോഴും പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോവുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ ഏതൊരു വാചകവും ഒരു വിശ്വാസി പാരായണം ചെയ്യണമെങ്കിൽ അതിൻ്റെ ആമുഖമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നുച്ചരിച്ചാണ് നാം തുടങ്ങുക. അപ്പോൾ കരുണയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പരിശോധിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കാരുണ്യവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ അങ്ങോളം ഇങ്ങോളം വായിക്കുമ്പോഴൊക്കെ 57 സ്ഥലങ്ങളിലാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ അർ റഹ്മാൻ എന്ന നാമം നമ്മൾ കാണുക. മനുഷ്യന്റെ ഹൃദയത്തിൽ തട്ടി
ഒരു വിശ്വാസി ഖുർആൻ പാരായണം ചെയ്ത് അവന്റെ ഫാത്തിഹയുടെ തുടക്കത്തിലും ഒക്കെയായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യവും ഒരു ബോധ്യപ്പെടലുമൊക്കെ അവനുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമസ്കാരത്തിൽ മാത്രം ഫർള് നമസ്കാരങ്ങളുടെ എണ്ണം എടുത്തു നോക്കിയാൽ അതിന് മാത്രം നമ്മൾ ഏകദേശം 34 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാറുണ്ട്. ഇന്നല്ലാഹ കതബ ഫീ കിതാബിൻ മൗദൂഇൻ ഇൻദഹു ഫൗഖൽ അർശ്. അർശിന്റെ മുകളിലുള്ള കിതാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചൊരു വാചകം ഇങ്ങനെയാണ്: ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി. തീർച്ചയായും എൻ്റെ കാരുണ്യം എന്നത് എൻ്റെ കോപത്തിനെ, അള്ളാഹുവിൻ്റെ കോപത്തിനെ അതിജയിച്ച രൂപത്തിലാണ് എൻ്റെ കാരുണ്യമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മുകളിൽ ഉള്ള ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന്. പരിശുദ്ധ ഖുർആനിൽ കാണാം റഹ്മതി വസിഅത് കുല്ല ഷൈഇൻ. എൻ്റെ കാരുണ്യം എന്നത് എല്ലാത്തിനേക്കാളും വിശാലമാണ്. ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം സൗകര്യങ്ങൾ ദുനിയാവിൽ നമ്മൾ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ, അതിന്മേൽ എത്രയോ മേലെയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയാണ്. അതിൽ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യമായിട്ട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ആമുഖമായി ഓതി വെച്ചൊരു വചനമാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലയോ പ്രവാചക, താങ്കളെ നാം നിയോഗിച്ചത് അള്ളാഹുവിന്റെ റഹ്മത്തായിട്ടാണ്, എന്റെ റഹ്മത്തായിട്ടാണ്. ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള കാരുണ്യമായിട്ടാണ് റസൂലിനെ നിയോഗിച്ചത് എന്നും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കാരുണ്യം എന്നത് അള്ളാഹു മനുഷ്യന്റെ ഹൃദയങ്ങളിൽ വെക്കുന്ന അത്ഭുതകരമായ ഒന്നായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ കരുണയുള്ളവനായിരിക്കണമെന്ന്, റഹ്മത്തിലേക്ക് എത്തുവാനുള്ള, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്കുള്ള, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള, സ്വർഗം എന്നത് തന്നെ അള്ളാഹുവിന്റെ റഹ്മത്താണ്. ആ റഹ്മത്തിലേക്കുള്ള ഒരു യാത്രയാണ് വിശ്വാസികൾക്ക് യഥാർത്ഥത്തിൽ ദുനിയാവിലെ ജീവിതമെന്ന് പ്രവാചക ആ വചനത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുടെ കഥ പറയുന്നുണ്ട്. ഒരു പെണ്ണിന്റെ കഥ പറയുന്നിടത്ത് അവിടെ കാണാം ഇംറഅത്തുൻ കാനത് ആസിയത്തുൻ ബഈദത്തുൻ അനില്ലാഹി സുബ്ഹാന. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അകന്നു ജീവിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ബഈദത്തുൻ, അല്ലാഹുവിൽ നിന്ന് വളരെ വിദൂരം, അല്ലാഹുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പെണ്ണിന്റെ കഥയെ റസൂലുള്ളാഹി വിവരിക്കുന്ന ഹദീസുകളിൽ. ഖറജത് ദാത യൗമിൻ ഫബൈനമാ ഹിയ തസീറു ഫി ത്വരീഖ്. ഒരിക്കൽ ആ പെണ്ണ് അവളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ വിശപ്പും ദാഹത്താലും ഒരു നായ അങ്ങനെ വിശന്നു വലഞ്ഞ് വഴിയിലൂടെ നടക്കുന്നത് ഈ പെണ്ണ് കാണുകയാണ്. അത് ഒരു കിണറ്റിലേക്ക് എത്തി നോക്കുന്നുണ്ട്. പക്ഷെ അതിനറിയില്ല അതൊന്നും എങ്ങനെയാണ് വെള്ളം എടുക്കുക. ദാഹത്തിന്റെ കാഠിന്യത്താൽ, വിശപ്പിന്റെ കാഠിന്യത്താൽ ആ കിണറ്റിലേക്ക് വെള്ളം കാണുന്നുണ്ട്. പക്ഷേ ആ വെള്ളം എടുക്കാനുള്ള വകുപ്പ്, അതിന്റെ സംവിധാനം അതെങ്ങനെയാണ് എന്ന് ആ നായക്ക് അറിയുകയില്ല. അങ്ങനെ ഒരു നായയെ ആ സ്ത്രീ കാണുകയാണ്. അങ്ങനെ മണ്ണിൽ കിടന്നുരുണ്ട് മണ്ണ് തിന്നുന്ന അവസ്ഥയിൽ ആ നായയെ വീണ്ടും ആ സ്ത്രീ നോക്കി നിൽക്കുകയാണ്. ഇതിങ്ങനെ വിശപ്പ് കൊണ്ട് മണ്ണ് വാരി തിന്നുകയാണ്. ആ പാപിയായ പെണ്ണ്, നമ്മൾ പറഞ്ഞല്ലോ ബഈദത്തുൻ അനില്ലാഹി എന്ന്, അള്ളാഹുവിൽ നിന്ന് വളരെ വിദൂരത്തായ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ഒട്ടും അടുത്ത് നിൽക്കാത്ത ഒരു പെണ്ണായിരുന്നു. അങ്ങനെ ഈ സ്ത്രീ, പാപിയായ ഈ പെണ്ണ് ഈ നായയെ കണ്ട് അഷ്ഫഖത്ത് അലൈഹി, അവർക്കൊരു എന്താണ് മനസ്സിലൊരു തന്മയത്വം തോന്നി, ഒരു പ്രയാസം തോന്നി. അപ്പൊ ആ നായയോട് റഹ്മത്തിഹി അതിനോടൊരു കാരുണ്യം തോന്നി ആ പെണ്ണിന്. ഫനസലത് ഇലൽ ബിഅരി, ആ സ്ത്രീ ആ കിണറ്റിലേക്ക് ഇറങ്ങി. വമലഅത് ഹുഫഹാ മിനൽ മാഇ, എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഹുഫയിൽ, അതായത് ചെരുപ്പിൽ വെള്ളം നിറച്ച് ആ സ്ത്രീ സുമ്മസഖത്ത് ദാലികൽ കൽബ, ആ നായയെ വെള്ളം കൊടുത്ത് അതിന്റെ ദാഹം അകറ്റി എന്നാണ്. സുമ്മസഖത്ത് ദാലികൽ കൽബ,
അതിന്റെ ദാഹവും അതിന്റെ വിശപ്പും അടങ്ങുമാറ് അതിങ്ങനെ നായ ഇങ്ങനെ വെള്ളം കുടിച്ചു തുടങ്ങി. ആ നായ എങ്ങനെ ആ സ്ത്രീയെ നന്ദിയോട് നോക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കാരുണ്യം കണ്ട് ആ സ്ത്രീയെ നോക്കിയെന്ന്. റഹ്മത്തുമായി ബന്ധപ്പെട്ടു വന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പഠിപ്പിക്കപ്പെടുന്ന കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ഹദീസാണ് അള്ളാഹുവിന്റെ മുൻകഴിഞ്ഞ എല്ലാ തെറ്റുകളും ആ സ്ത്രീക്ക് പുറത്തു കൊടുത്തു എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ സഹജീവിക്ക് ജലം നൽകിയത് കൊണ്ട് ഒരു സ്ത്രീയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയാണ്. എങ്ങനെ പരിഗണിച്ചു? അവൾ ചെയ്ത മുൻകഴിഞ്ഞ എല്ലാ ദമ്പുകളും എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് വേണ്ടി പുറത്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് ലോകർക്ക് മാതൃകയായി ആ സ്ത്രീയെ ഹദീസുകളിൽ രേഖപ്പെടുത്തി വെച്ചു. എന്താ ചെയ്തത്? ഒരു നായക്ക് വെള്ളം കൊടുത്തു എന്നുള്ളതാണ്. എന്താണ് നായയുടെ പ്രത്യേകത? ആ നായ വിശന്നു വലഞ്ഞ് ദാഹത്താൽ അതിന്റെ എങ്ങനെയെങ്കിലും ഈ വിശപ്പകറ്റണമെന്നുള്ള ആഗ്രഹത്താൽ അതിങ്ങനെ മണ്ണ് തിന്നുന്ന അവസ്ഥയിലായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, കാരുണ്യവാന്മാരായ മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളിൽ റഹ്മത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും റബ്ബ് കരുണ നിറച്ചിട്ടുണ്ട്. കാരുണ്യം ഒരു മുസ്ലിമിന്റെ അടയാളമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നമ്മുടെ മുഖത്തെ കാളിമയെ അത് നീക്കിക്കളയും. മുഖത്ത് വരുന്ന ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സന്തോഷം നിറഞ്ഞ അവസ്ഥയിൽ ആളുകൾക്ക് കാണാൻ പറ്റണം. കരുണയുള്ള ഒരു മനുഷ്യനായി ഒരു മുഅ്മിൻ ഉണ്ടാകണമെന്നാണ്. ദുഃഖം ഇല്ലാതായി തരും ഒരു മനുഷ്യന്റെ. ദുരിതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കുവാൻ കാരുണ്യമുള്ള മനുഷ്യർക്ക് ഉണ്ടാകും, റഹ്മത്തിന് കഴിയുമെന്നാണ്. നന്മയുടെ വാതിലുകൾ നമുക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു നൽകപ്പെടുമെന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുന്നു. നമ്മുടെ കാരുണ്യത്തിന് ഏറ്റവും അർഹതയുള്ളവരാരാ? ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോ നമ്മൾ ഏറ്റവും നന്നായി കരുണ തിരിയേണ്ടത് ആരോടാണ്? നിങ്ങളുടെ കാരുണ്യത്തിൽ ഏറ്റവും നന്നായി അഹക്കായിട്ടുള്ളത് ആരാണ്? അർഹരായിട്ടുള്ളത് നമ്മൾ പറയും, നമ്മളെല്ലാവരും പറയും നമ്മുടെ മാതാപിതാക്കളാണ്. പരിശുദ്ധ ഖുർആനിന്റെ വാചകം അങ്ങനെ തന്നെ, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ, കാരുണ്യത്തിന്റെ ചിറകുകൾ നീ നിന്റെ മാതാപിതാക്കൾക്കായി താഴ്ത്തി കൊടുക്കണം. എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ഇരക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്റെ ചെറുപ്പകാലത്ത് എന്റെ മാതാപിതാക്കൾ എങ്ങനെയാണോ എന്നോട് കരുണ കാണിച്ചത് അതുപോലെ അല്ലാഹ് നീ അവരോടും കരുണ കാണിക്കണേ. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. എന്റെ ഉമ്മായും വാപ്പായും അവർക്ക് കരുണ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എന്റെ ചെറുപ്പകാലത്ത് എന്നെ എങ്ങനെയാണോ അവർ പരിപാലിച്ചത് അതുപോലെ അല്ലാഹുവേ അവർക്ക് നീ റഹ്മത്ത് ചൊരിയണേ എന്ന്. അപ്പോ പ്രായാധിക്യമുള്ള നരബാധിച്ച, അതുപോലെ തന്നെ അവരുടെ നിശ്വാസങ്ങളിൽ നിന്ന് പലപ്പോഴും തെളിമയില്ലാതായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഇങ്ങനെ ശ്വാസോച്ഛ്വാസത്തിന്റെ പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്ന വേള. നല്ലൊരു പ്രയാസമുണ്ട്, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ട്, ആരോഗ്യകരമായ പ്രയാസങ്ങളുണ്ട്. പഴയ പോലെ ഒരു ആരോഗ്യകരമായ അവസ്ഥയിലല്ല ഉമ്മയും വാപ്പയും എങ്കിൽ, കൈകൾ വിറയാർന്ന അവസ്ഥയിലാണ് അവരുള്ളത് എങ്കിൽ അവരുടെ കൈ പിടിക്കാൻ, അവർക്ക് ആശ്വാസം പകരാൻ, അവർക്കൊപ്പം ഇരിക്കാൻ, അവർക്കൊപ്പം നടക്കാൻ, അവരുടെ തൊലികളിൽ വന്ന ആ ചുളിവ് അത് നമുക്ക് വേണ്ടി അധ്വാനിച്ചതിന്റെ ഫലമായിട്ടുണ്ടായതാണ്. നമുക്കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളാണ് നമ്മൾ ഉമ്മായും വാപ്പായും ഒക്കെ. അത് ഏതൊരു ചെറിയ കുട്ടി മുതൽ എത്ര വലിയ മനുഷ്യന്മാരായാലും എടുത്തു നോക്കിയാൽ നമ്മൾ ഉമ്മായും വാപ്പായും മറന്നിട്ട് നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല, ജീവിക്കാറില്ല. അങ്ങനെ തന്നെയാണ് വിശ്വാസിയാകേണ്ടത്. എന്നാൽ ചില ആളുകളൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളിൽ നകന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ വസഖത്തുല്ലാഹി വസഖത്തുൽ വാലിദൈൻ എന്നാണ്. മാതാപിതാക്കളുടെ കോപമെങ്ങാനും ഒരു മകളുടെ ജീവിതത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കോപം ആ മനുഷ്യന്റെ മേൽ ബാധിക്കുമെന്ന്. അള്ളാഹിന്റെ തൃപ്തി ഉമ്മാന്റെ വാപ്പാന്റെ തൃപ്തിയിലാണ്. അവർ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ എപ്പോഴും നിലനിർത്തണം. മരണപ്പെട്ടു പോയ മാതാപിതാക്കളാണെങ്കിലോ അവരോട് നമുക്ക് ബാധ്യതയുണ്ട്. അസ്വലാത്തു അലൈഹിമ, അവർക്ക് വേണ്ടി നമസ്കരിക്കണം. ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ലെന്ന്. മയ്യത്ത് നമസ്കാരം കൃത്യമായി നിർവഹിച്ചു. മരിച്ചുപോയി ഉമ്മായും വാപ്പായും ഉണ്ടെങ്കിൽ അവരെ മറന്നിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ.
അവർക്ക് വേണ്ടി പാപമോചനം തേടണം, മറക്കാൻ പാടില്ല. വസിലത്തുൽ അർഹാമുല്ലത്തി ലാ തുസലു ഇല്ലാ ബിഹിമാ. അവർ ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്ന കുടുംബ ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിച്ചുകൊണ്ടേയിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ മാതാപിതാക്കൾ, കണ്ണിന്റെ കാഴ്ച മങ്ങിയവർ, അതുപോലെ തന്നെ ഖബറിനരികിലേക്ക് കൊണ്ടുവെക്കപ്പെട്ടവർ, തൊലി ചുളുങ്ങിയ ആളുകളൊക്കെ നമ്മളൊപ്പം ജീവിക്കുന്നവരുണ്ടാവും, ആ ഖബറിലേക്ക് കൊണ്ടുവച്ചവരൊക്കെ ഉണ്ടാകും. ഇങ്ങനെ ഉള്ള ആളുകളോട്, നമ്മുടെ ഉമ്മയോടും വാപ്പയോടും ഏറ്റവും നന്നായി കരുണ ചെയ്യാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ അവന് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് അള്ളാഹു റസൂലും ആ വിഷയത്തിന് പഠിപ്പിച്ചത്. നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവരോടും കരുണയുണ്ടാകണം. റസൂലിനെ കുറിച്ച് പറയുന്നുണ്ട് ഹദീസിൽ, സഹാബി പറയാൻ, അള്ളാഹുവിന്റെ റസൂലിനേക്കാളും ഏറ്റവും നല്ല കാരുണ്യവാനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. റസൂലിന്റെ കുടുംബക്കാരോടായിരുന്നു പ്രവാചകന് ഏറെ താല്പര്യം. അവരോട് ഇങ്ങനെ ആ പ്രവാചകൻ നന്നായി പെരുമാറിയിരുന്നു എന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അബൂത്വാലിബിനെ കുറിച്ച് ഹദീസുകൾ രേഖപ്പെടുത്തിയത്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂത്വാലിബിന്. പ്രവാചകനെ സംരക്ഷിച്ച് പ്രവാചകന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത്, എന്നാൽ തൗഹീദ് സ്വീകരിക്കാതെ മരണപ്പെട്ടു പോയ ആളാണ് ആര്? അബൂത്വാലിബ്. അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം അദ്ദേഹത്തിന് ഹൃദയത്തിൽ കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാം കൊണ്ടും റസൂലിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് ആര്? അബൂത്വാലിബ്. നമുക്ക് റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ പറ്റൂല എന്ന്. എന്നാൽ നരകത്തിൽ ചെറിയ ശിക്ഷ ആണ്, ഏറ്റവും ചെറിയ ശിക്ഷ അബൂത്വാലിബിനാണെന്ന് ഹദീസുകൾ രേഖപ്പെട്ട് കിടക്കുന്നവരാണ്. എന്താണ് അബൂത്വാലിബിനെ കുറിച്ച് റസൂലുള്ളാഹി സ്നേഹം, കാരുണ്യം കാണിച്ച എങ്ങനെയാണ്? യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ പൊന്നാരകളാപ്പ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം, അള്ളാഹുവിനോട് ശുഭാർശകനാകാം, ഞാൻ നാളെ താങ്കൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും, വാദിക്കും, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടാ. പക്ഷേ അബൂത്വാലിബിന് അള്ളാഹു ഹിദായത്ത് കൊടുത്തില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. തീർച്ചയായും പ്രവാചകരെ, താങ്കൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് കഴിയൂല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ആർക്കാണ് അള്ളാഹു? അള്ളാഹുവാണ് മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ തൗഹീദ് നിക്ഷേപിക്കുന്നത്. ഒരുപാട് ആഗ്രഹിക്കുക. നമ്മുടെ ഉമ്മ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്. നമ്മുടെ വാപ്പ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്. നമ്മുടെ കുടുംബത്തിലെ പല ആളുകളും അങ്ങനെയുള്ള ആളുകളാണ്. നമുക്ക് ആഗ്രഹിക്കാം, പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഒരാളെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അസ്ല്, ഇതിന്റെ അടിസ്ഥാനം പഠിപ്പിക്കാൻ പറ്റൂല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരോടായാലും, ഏതൊരു മഖ്ലൂക്കിനോടായാലും എന്ത് ചെയ്യാൻ പറ്റൂല, പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനോട് പോലും എന്ത് ചെയ്യാൻ പാടില്ല. അള്ളാഹുവെ കാക്കണേ എന്ന് പറയുന്നത് പോലെ റസൂലെ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റില്ല മുഅ്മിൻ. അല്ലെങ്കിൽ നമ്മൾ ക്രൈസ്തവ വിശ്വാസം അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. ആരാണ്? റസൂലാണ്. ആര്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബിയെ കാക്കണേ എന്നാണ് മനുഷ്യന്മാരെ വിളിക്കുന്നത്. നബിയാണ്, പക്ഷേ ആ ഈസാ നബിയോയെ ദൈവമായി കണ്ട് ആരാധിക്കുകയാണ്. അപ്പൊ ആരാധന തെറ്റായിട്ട് ഇസ്ലാം പഠിപ്പിച്ചു. അള്ളാഹു അല്ലാത്ത ഏതൊരു സൃഷ്ടിയെ ആരാധിച്ചാൽ അത് ഇത്ര വലിയ ആളായാലും ശരി, അത് ശിർക്കിലേക്ക് എത്തും. അതുകൊണ്ട് അമ്മിനോട് പറയാനെന്ത്? നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്ത് ചെയ്യാം? എനിക്ക് വേണ്ടി താങ്കൾക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റും. പക്ഷേ അമ്മ സ്വീകരിച്ചില്ല. അള്ളാഹു ആയത്തിറക്കി, പ്രവാചകരെ താങ്കൾക്ക് ഇഷ്ടമുള്ള ആളിനെ ഹിദായത്തിലാക്കാൻ പറ്റില്ല എന്നുള്ള ഖുർആനിലെ വചനം അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുക. നമ്മൾ ഏറെ ആഗ്രഹിക്കണം. നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരോടും എന്ത് പറയണം? നമുക്ക് തൗഹീദ് പറയാൻ പറ്റണം. എങ്ങനെ പറയണം? വളരെ സ്നേഹത്തോടു കൂടി. ഈ ആദർശം പറയാൻ പറ്റുന്ന ഏറ്റവും സൗമ്യമായ നില. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുകയാണ്. ഫിറഔൻ ആരാണ്? സ്വന്തമായ അല്ലാഹ് എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ ഹാറൂൻ നബിയോടും മൂസാ നബിയോടും അള്ളാഹു നിർദ്ദേശിക്കുന്ന നിർദ്ദേശം ശക്തനായ എതിരാളിയാണ്. പക്ഷേ നിങ്ങൾ മൃദുലമായി അയാളോട് സംസാരിക്കണം. മൃദുലമായി സംസാരിക്കാൻ പറ്റണം. തൗഹീദ് അത് നമ്മൾ ഇഷ്ടപ്പെട്ടു വേണം പറയാൻ ഒരാളോട്. അയാൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹം, ആത്മാർത്ഥമായ ആഗ്രഹം. അയാൾ തർക്കിച്ചെടുക്കാനുള്ള ഇതായിട്ടല്ല നമ്മൾ സംസാരിക്കും. പിന്നെ വളരെ ഇഷ്ടത്തോടു കൂടെ ലയ്യീനായി മൃദുലമായി ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് തൗഹീദിലേക്ക് വരണം. ഇതാണ് അള്ളാഹുവിലേക്കുള്ള വഹദാനിയത്ത്. അവനാണ് ഏകനായ അള്ളാഹു, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനല്ലാത്തവരെ ആരാധിച്ച നരകത്തിൽ പോകും എന്ന് പറഞ്ഞു കൊടുക്കാൻ. അതാണ് ഏറ്റവും വലിയ കാരുണ്യം. ദുനിയാവിലെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത്.
തൗഹീദ് പറഞ്ഞു കൊടുക്കലാണ്. ഒരാൾക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസ കൊടുക്കൽ കാരുണ്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാളും ആ മരുന്ന് വാങ്ങാനുള്ള പൈസ കൊടുക്കുന്നതിനേക്കാളും വലിയ മരുന്നാണ് എന്ത്? തൗഹീദ് എന്ന മരുന്ന്. ഒരാൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ആശ്വാസം. കാരണം അള്ളാഹുലേക്ക് അയാൾ മടങ്ങും, അയാൾ ഹൃദയം അള്ളാഹുവിലേക്ക് മടങ്ങും, അയാൾ തൗഹീദ് സ്വീകരിക്കും എന്ന് പറയാൻ മറ്റു മരുന്നൊന്നും വാങ്ങണ്ട, അയാൾക്ക് ആളുകൾക്ക് സൗകര്യം കൊടുക്കണ്ട എന്നല്ലേ പറഞ്ഞു. അതുപോലെ ആ മക്കളുടെ വിഷയത്തിലാണ് നമ്മൾ ഈ പറഞ്ഞു വന്നത്. അപ്പൊ നമ്മുടെ മക്കൾ, സഹോദരങ്ങളോട്, എല്ലാവരോടും നമ്മൾ കരുണയുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാം, ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ വൽ ഹുസൈൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും റസൂലുള്ളാഹി ചുംബിച്ചിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രവാചകന്റെ കൂടെ വളർന്നു വന്ന മക്കളാണ്, ചെറുമക്കളാണ്. അവർക്ക് രണ്ടുപേർക്കും ചുംബന നൽകുമായി റസൂലുള്ളാഹി. ഫഖാല ലഹു റജുലുൻ, അപ്പോൾ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ചുംബിക്കണം എന്ന് ചോദിക്കാണ്, ഇന്നലി അശറത്തും മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട് റസൂലേ, മാ ഖബ്ബൽതു വാഹിദൻ, ഞാൻ ഒരാളെ ഇതുവരെ ചുംബിച്ചിട്ടില്ല, ഒരു മുത്തം പോലും ചെയ്തിട്ടില്ല എന്റെ മക്കൾക്ക് ഞാൻ കൊടുത്തില്ല. എത്ര മക്കളുണ്ട്? 10 മക്കൾ എനിക്കുണ്ട്. പക്ഷേ ഇന്നുവരെയും ഞാൻ എന്റെ മക്കൾക്ക് ഒരു ചുംബനം പോലും നൽകിയിട്ടില്ല. നമ്മുടെ മക്കളെ ഒന്ന് അടുത്ത് വിളിച്ചവരുടെ ചില കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി വരെ നമ്മളെ ചുംബനം വാങ്ങാൻ വേണ്ടി, നമ്മൾ ഇങ്ങനെ തട്ടി വേണ്ടിയിട്ട് അവിടെ മാറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു വേറെ റൂട്ടിലേക്ക് പോകും. നമ്മൾ കൊടുക്കേണ്ട ഒരു സ്നേഹം അവരുടെ പ്രായത്തിൽ, ചിലപ്പോൾ വളർന്നാലും ചില മാതാപിതാക്കൾ എന്ത് ചെയ്യും, ചുംബനം ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ കൊടുക്കണം കാണാൻ പറ്റും. ഇതൊരു കാരുണ്യമാണ്, അങ്ങനെ കൊടുക്കാൻ പറ്റണം എനിക്ക് നിങ്ങൾക്കും ഒക്കെ. അപ്പോ ഇയാൾ പറയണത്, റസൂലെ ഒരിക്കൽ പോലും ഞാൻ എന്റെ കുട്ടീനെ ചുംബിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ റസൂൽ പറഞ്ഞത്? അവ അംലികു അൻ നസഅ അല്ലാഹു റഹ്മ, ഞാൻ എന്ത് ചെയ്യാനാണ്? നിന്നിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം എടുത്തു മാറ്റിയതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് സംസാരിക്കുന്ന സംസാരം ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ മക്കളെ അടുത്ത് വരുത്തി അവർക്കൊരു ചുംബനമൊക്കെ നൽകണമെന്നാണ്. അപ്പൊ നമുക്കൊരു വലിയൊരു പ്രയാസം വന്നു, നമുക്ക് നമ്മളെ കുട്ടിയെ തിരിച്ചു കിട്ടി, ആരോഗ്യത്തോടെ തിരിച്ചു കിട്ടി, അവരെ നമ്മൾ ചുംബിക്കും അല്ലേ? ഒരു പ്രയാസം വന്ന് ഒരു ആരോഗ്യത്തോടെ തിരിച്ചു വരുമ്പോൾ ഒരു ആക്സിഡന്റ് ആയി, ഒരു പ്രയാസം ഉണ്ടായി, നമ്മൾ അടുത്ത് വിളിച്ചിട്ട് അവരുടെ ചുംബനമൊക്കെ കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ആശ്വാസമായിരിക്കും. ആ ചുംബനം അത് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാരുണ്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ കരുണ നഷ്ടപ്പെട്ടവരാകാൻ പാടില്ല എന്ന് സാരം. സ്നേഹമുള്ളത് ഉള്ള പോലെ കാണിക്കാൻ ഒരു മുഅ്മിനിന് കഴിയണമെന്നാണ്. മക്കൾക്ക് ചുംബനങ്ങൾ നൽകാൻ വിശ്വാസി, അത് ആൺ പെൺ വേർതിരിവില്ലാതെ അവർക്ക് ചുംബനം നൽകി, അവർക്ക് സന്തോഷങ്ങൾ നൽകി, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നൽകുന്ന ഒരു മാതാവും പിതാവുമായി മാറാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണമെന്നാണ്. കണ്ണുകൾ നിറഞ്ഞ നിരവധി സന്ദർഭങ്ങൾ നമുക്ക് ഹദീസുകൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ജീവിതത്തിൽ ഏറെ വിഷമമുള്ള അവസ്ഥയായിരുന്നു. പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വേർപെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുക്കുന്നുണ്ട്. അല്ലാഹു നൽകിയ മഹാ അനുഗ്രഹമായ മകനെ അല്ലാഹു തിരിച്ചെടുത്തു. ഫാദത്ത് ഐനാഹു ബിദ്ദുമൂഇ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാണ്. ഫാദ എന്ന് പറഞ്ഞാൽ നിറഞ്ഞൊഴുകുന്നതിനാണ് അറബിയിൽ പറയാം. കണ്ണുനീര് ഇങ്ങനെ ചാരിട്ടൊഴുകാൻ റസൂലിന്റെ അടുത്ത് വന്ന് സ്വഹാബത്ത് ചോദിച്ചു, മഹാദയാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് ഇങ്ങനെ കരയണത്? റസൂൽ മറുപടി പറയുന്നു, ഖാല ഹാദിഹി റഹ്മതി അസ്കനഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായ മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ നിറച്ചു വെച്ചിരിക്കുന്ന അവന്റെ കാരുണ്യമാണ് ഈ കണ്ണുനീരായി പുറത്തു പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ പാപങ്ങൾ അല്ലാഹുവിനോട് പുറത്തു കിട്ടാൻ വേണ്ടി കരയണമെന്ന്, കരഞ്ഞു പറയാൻ പറ്റണം ഒരു മുഅ്മിനിന്. തെറ്റ് ചെയ്തു പോയി, പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ എന്ന് പറഞ്ഞ് കണ്ണുകൾ നിറഞ്ഞ് റബ്ബിനോട് പറയാൻ ഒരു മുഅ്മിനിന് കഴിയണമെന്നാണ്. അതുപോലെ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ, തന്റെ മകൻ മരിച്ചു കിടക്കുമ്പോൾ, ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ റസൂലിന്റെ കണ്ണ് നിറഞ്ഞ സന്ദർഭമാണ് ഈ ഹദീസിൽ കാണുന്നത്. അടിമയുടെ ഹൃദയത്തിലെ കാരുണ്യമാണ് ഇത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ മക്കൾ, ഉപ്പ, ഉമ്മ, സഹപ്രവർത്തകർ, നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ആദർശം സ്വീകരിച്ച് ഈ പള്ളിയിലൊക്കെ വന്നിങ്ങനെ ഇരുന്ന് പല ആളുകൾക്കും പലരെ അറിയില്ല. നമസ്കാരം കഴിയുന്നു, ഇറങ്ങിപ്പോകുന്നു. നമ്മളൊക്കെ മരിച്ചു കിടക്കുമ്പോ നമ്മളെ ഖബറിലേക്ക് വെച്ച് നമുക്ക് ചുറ്റും വന്ന് നമസ്കരിക്കേണ്ട ആളുകളാണ്. പരസ്പരം മുഖങ്ങൾ അറിയണം, എത്ര പേര് ആദർശം സ്വീകരിച്ച ആളുകളുണ്ട് എന്നറിയണം, തൗഹീദുള്ള മനുഷ്യരെ അറിയണം. 40 നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 40 ആളുകൾ ഒരു മുഹ്യിദായ മനുഷ്യന് വേണ്ടി, അയാൾക്ക് വേണ്ടി തൗഹീദുള്ള മനുഷ്യന്മാരെ നിസ്കരിച്ചാൽ അള്ളാഹു മനുഷ്യന് പുറത്തു കൊടുക്കുമെന്ന്. അപ്പൊ തൗഹീദ് സ്വീകരിക്കണം എന്തിനാണ്?
വലിയൊരു സംരക്ഷണമാണ്. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ഒന്നാണ്. അപ്പോൾ നമ്മുടെ ആദർശ സുഹൃത്തുക്കൾ പലപ്പോഴും കരുണ പറ്റിയ ഹൃദയങ്ങളായി നമ്മൾ അങ്ങനെ മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ മക്കളാകട്ടെ വാത്സല്യം നൽകപ്പെടാത്ത അവസ്ഥയിൽ മാറപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഒപ്പം ജീവിക്കുന്ന അല്ലെങ്കിൽ ഒപ്പം സഹകരിച്ച് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ ഉള്ള ആളുകളോട് നമ്മൾ കാരുണ്യമുള്ളവരാകണം. നമ്മുടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും, നമുക്കൊപ്പം ആദർശം സ്വീകരിച്ച ആളുകളുണ്ടാകും, നമ്മുടെ സഹജീവികളായി ജീവിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് ഹദീസുകൾ കാണാം. ഇഖ്വാനുക്കും ഹൗലക്കും ജഅലഹുമുല്ലാഹു തഹ്ത അയ്ദീകും, നിങ്ങളുടെ കീഴിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈകൾക്ക് കീഴിൽ നമുക്ക് താഴെ വരുന്ന ആളുകൾ, നമുക്കൊരു ഉത്തരവാദിത്വം കിട്ടി, മേൽ ഘടകത്തിലേക്കുള്ള ആളുകളാണ്, ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ആളുകളാണ്, ഉത്തരവാദിത്തങ്ങൾ ജോലികളുള്ള ആളുകളാണ്. അതിന്റെ താഴെയുള്ള ആളുകൾ ഉണ്ടാവും. ഒരു ഓഫീസിലായാലും സ്ഥാപനത്തിലായാലും ആദർശരംഗത്തായാലും ഒക്കെ ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടാകും. അവരോട് വേണം? നമുക്ക് കാരുണ്യം വേണം. ഇഖ്വാനുക്കും എന്നാണ് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരങ്ങളാവണം അവർ. അവർ ഭക്ഷണം, അവരുടെ താമസം, അവരുടെ നല്ല പെരുമാറ്റം കൊണ്ട് അവരോട് കരുണ കാണിക്കണമെന്ന്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവർ ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, നിങ്ങൾ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു, ക്ഷീണമുണ്ടോ, ഇങ്ങനെയൊക്കെ ആരോട് ചോദിക്കണം? നമുക്ക് താഴെയുള്ള ആളുകളോട് നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയെ കഴിഞ്ഞ് വരുന്ന ഒരാളോട് എങ്ങനെ ഉണ്ടായിരുന്ന യാത്ര, ക്ഷീണം ഉണ്ടാവുമല്ലേ, അപ്പോൾ കിടന്ന് ഉറങ്ങിക്കൂടെ? ഇങ്ങനെ ഏതൊരു അവസ്ഥയിലാണോ ആ മനുഷ്യനുള്ളത് അങ്ങനെ മനുഷ്യന്മാരോട് സംസാരിക്കാൻ നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹദീസുകളിൽ കാണാം. അനസ് പറയുന്നുണ്ട് റസൂലിനെ കുറിച്ച്, ഖാദിം എന്ന് പറഞ്ഞാൽ സേവനം അനുഷ്ഠിക്കുന്ന ആളാണ്, ജോലി ചെയ്യുന്ന ആളാണ് റസൂലിന് വേണ്ടി. ഖദിംതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഖാദിമായി ജീവിച്ചിട്ടുണ്ട്. 10 സിനീൻ, 10 കൊല്ലക്കാലം, 10 വർഷം, 10 വയസ്സ് മുതലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10 വയസ്സ് മുതൽ തുടങ്ങി ഏകദേശം 20 വയസ്സ് വരെ, കുട്ടിക്കാലം മുതൽ റസൂലിന്റെ കൂടെ ഖാദിമായി നിന്ന ആളാണ്, സേവകനായി പ്രവാചകനൊപ്പം നിന്ന ആളാണ് ഞാൻ. ഫമാ ഖാല ലീ, റസൂലുള്ളാഹി ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഉഫിൻ, ഛേ എന്താണ് അനസേ നീ ഇങ്ങനെ ചെയ്തത്, വല അരുതനസേ അങ്ങനെ ചെയ്യരുത്, ലിമ സ്വനഅത നീ എന്തിനാണ് അനസേ ഇങ്ങനെ ചെയ്തത്, വല അരുതനസേ അങ്ങനെ ചെയ്യാൻ പാടില്ല, അലാ സ്വനഅത നീ അങ്ങനെ ചെയ്തോ. 5 ചോദ്യങ്ങളാണ്. നീ എങ്ങനെ ചെയ്തോ, അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തിനാ അങ്ങനെ ചെയ്തത്, അരുത് അങ്ങനെ ചെയ്യരുത്, ഉഫിൻ, ഛേ എന്തൊരു കുട്ടിയാണിത്, ഇങ്ങനെ ഒരു വർത്താനം റസൂലിന്റെ വായിന്ന് വേണ്ടിട്ട്. എത്ര കുറ്റം, എത്ര ആ 10 വയസ്സ് മുതൽ ഉള്ള അല്ലെങ്കിൽ ആ 10 വർഷക്കാലം എന്തൊക്കെ ഹാദ്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ട്, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളൊന്ന് എടുത്തു നോക്ക്, നമ്മളെ മക്കൾ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ പറയണത്, അല്ലെ നമുക്കൊപ്പമുള്ള ആളുകളോട് നമ്മൾ എന്തൊക്കെയാ വിളിച്ചു പറയണത്, എങ്ങനെ സംസാരിക്കണമെന്ന് കൂടെ നമുക്ക് അറിയില്ല എന്നാണ്. ഇതൊക്കെ ഹദീസിൽ എന്തിനാ വെക്കണത്? നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്. അനസ് റളിയല്ലാഹു പറയുന്ന റസൂലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു, റസൂൽ അത്ര കണ്ട് ഞങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഈ റസൂലിന്റെ സ്വഭാവം കണ്ടിട്ടാണ് പല ആളുകളും ഇസ്ലാമിലേക്ക് വരണത്. നമ്മുടെ സ്വഭാവം കണ്ടിട്ട് എത്ര ആൾ ഇസ്ലാമിലോട്ട് വരും? എന്റെ നിങ്ങളൊക്കെ സ്വഭാവം കണ്ടിട്ട് എത്ര ആളുകൾ വരും? അപ്പൊ നമ്മളെന്ത് വേണം? ആ നല്ലൊരു മുഅ്മിനായി, നല്ലൊരു മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തെ കുറിച്ച്, കാരുണ്യമുള്ള വലിയമാർക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. റസൂൽ എന്ന് പറയാൻ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി റസൂലുള്ള ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ മൻ വലിയ മിൻ ഉമൂരി ഉമ്മത്തി ശൈഅൻ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അല്ലാഹുവേ ഫറഫക ബിഹിം, അവരോട് കരുണയോട് കൂടി പെരുമാറിയ ആളുകൾക്ക്, തന്റെ കീഴിലുള്ള ആളുകളോട് മാന്യമായി പെരുമാറിയ ആളുകൾക്ക് വേണ്ടി റസൂലുള്ള ദുആ ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ റഫുഖ് ബിഹി, അല്ലാഹുവേ അവരോട് നീ ഏറ്റവും നന്നായി സൗമ്യമായി പെരുമാറണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് റസൂൽ. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് കീഴിലുള്ള ആളുകളോട്, നമുക്ക് താഴെ നിൽക്കുന്ന ആളുകളോട്, നമുക്ക് ഒപ്പം നടക്കുന്ന ആളുകളൊക്കെ മാന്യമായി പെരുമാറുന്ന, റിഫ്കോട് കൂടി സൗമ്യതയോടെ പെരുമാറുന്ന ആളുകൾക്ക് വേണ്ടി റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രാർത്ഥനയും ഞാനും നിങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കലും ആ വിശ്വാസികളുടെ ബാധ്യതയാണ്. ഇനി നമ്മുടെ ചുറ്റുപാടും ദുർബലരായ അഗതികളായ മനുഷ്യന്മാരുണ്ടാകും, പാവപ്പെട്ട മനുഷ്യന്മാർ ധാരാളം ഉണ്ട്. അവരോടൊക്കെ എന്ത് വേണം? ഹൃദയത്തിൽ കരുണ വേണം. പാവപ്പെട്ടവന്റെ ഭക്ഷണം, യതീമിന്റെ സംരക്ഷണം, വിധവകളായ ആളുകൾക്ക് വേണ്ടിയുള്ള പരിചരണങ്ങൾ, ഇങ്ങനെ റബ്ബിന്റെ കാരുണ്യം കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലേക്കെല്ലാം ഒരു മുഅ്മിൻ ഇറങ്ങി ചെല്ലാൻ പറ്റണം. അസ്സായി അലൽ അർമില, വിധവകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, വലിയ യതീമി, അതുപോലെ തന്നെ അനാഥ മക്കൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, കസ്വാഇമി അല്ലദീ ലാ യുഫ്തിറു വസ്വാഇമു അല്ലദീ ലാ യുഫ്തിർ,
എന്ന് പറയാൻ നോമ്പ് എടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ പ്രതിഫലം എത്രയുണ്ടോ അത്ര കണ്ട് പ്രതിഫലം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് ജീവിതത്തിൽ കരുണയുള്ള മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഓരോ മനുഷ്യരോടും നന്നായി പെരുമാറാൻ കഴിയും. രോഗികളായ എത്ര മനുഷ്യന്മാരാണെന്ന് അറിയാൻ ചുറ്റും ഒരുപാട് മനുഷ്യന്മാർക്ക് പ്രയാസങ്ങളുണ്ട്. എല്ലാത്തിനും നമുക്ക് കൈവെക്കാൻ പറ്റുമെങ്കിലും കഴിയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു സാമ്പത്തികമായ സഹായമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആരോഗ്യപരമായ ഒരു വിഷയത്തിലാണെങ്കിൽ അങ്ങനെ, എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ, നരകത്തിനെ നമ്മൾ സൂക്ഷിക്കണം. ഫത്തഖുല്ലാ, അല്ലാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും, ഒരു കാരക്ക ചീള് കൊടുത്തിട്ടാണ് ഒരു ദാനം നമുക്ക് നടക്കണമെങ്കിൽ അതായാലും അതുകൊണ്ടെങ്കിലും എന്ത് ചെയ്യണം, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു സ്ത്രീ വരുന്ന സന്ദർഭമൊക്കെ വിവരിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ആയിഷ വീടെടുത്ത് വരികയാണ് 2 കുട്ടികളുമായിട്ട്. ആ കുട്ടി 3 ഈത്തപ്പഴം കൊടുക്കുമ്പോൾ ആ ഈത്തപ്പഴം വാങ്ങി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഉമ്മാരെ വായിന്ന് വീണ്ടും കുട്ടി ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, അതിങ്ങനെ കൊടുക്കുക. ആ ഉമ്മയെ കുറിച്ച് ഹദീസുകളിൽ വരുന്നത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം തോന്നി ഇങ്ങനെ കൊടുക്കണുണ്ട്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, അതഅജബീന മിമ്മാ ഫഅലത്, അവർ പ്രവർത്തിച്ച ആ പ്രവർത്തനം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയോ? ഇന്നലില്ലാഹി ഹറമഹ അലന്നാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഹറാമാക്കിയിട്ടുണ്ട്. ബിതംറതിഹാ തിൽക, ആ ഒരു ഒറ്റക്കാരെ കൊണ്ട് ആ സ്ത്രീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഹറാമാക്കിയിരുന്നു. അപ്പൊ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. വല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലം അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊന്നും സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. രോഗങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ച് രക്തം ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വീണ്ടും രക്തം പുറത്തേക്ക് പോകുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകൾ, മാനസിക വിഭ്രാന്തി അനുഭവിക്കുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങി നമുക്ക് ചുറ്റും എടുത്തു നോക്കിയാൽ നമ്മൾ എത്ര അൽഹംദുലില്ലാഹ് പറഞ്ഞാലും മതിയാവാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമായി ആരോഗ്യം നൽകിയപ്പോൾ പല ആളുകളെ അല്ലാഹു പരീക്ഷിക്കാൻ, ആ പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട്. ഇപ്പൊ അടുത്തൊരു സഹോദരൻ, എൻ്റെ ഓർമ്മ ശരിയാ, 1 വർഷത്തിനുള്ളിൽ തലയിലെ ഒരു ഭാഗത്തൊരു ഞരമ്പ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ പൊട്ടിപ്പോയി. അന്നനാളത്തിലെ ഞരമ്പ്, ഇങ്ങനെ ഭക്ഷണം ഇറക്കുന്ന അന്നനാളത്തിലെ ഞരമ്പ് പൊട്ടിപ്പോവുകയാണ്. ഒരു ഞരമ്പേ പൊട്ടിയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് വായിലൂടെ പിന്നെ വോമിറ്റ് ചെയ്യണമെന്നാണ്, ബ്ലഡാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന് ശിഫയായിട്ട് രോഗശമനം വന്നിട്ടുണ്ട്. പ്രിയമുള്ള, നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിനോട് ശുക്ർ പറയണം നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച്, നമുക്ക് നൽകിയ സൗകര്യങ്ങളെ കുറിച്ച്. നമ്മൾ എങ്ങനെ പിന്നെ അള്ളാഹനെ മറന്നിട്ട് തിന്മകളിലേക്ക് പോകും? നന്മകൾ ചെയ്യാനുള്ള മാനസികാവസ്ഥയിൽ നമ്മൾ ഉയർന്നു വരണമെന്നാണ് നമ്മൾ പറയണം. നമ്മുടെ ആരോഗ്യമുള്ള അവസ്ഥയിൽ ആരോഗ്യമില്ലാത്തവരെ കാണുമ്പോൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയാം, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക് വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നീ നിനക്കാണ് സർവസ്തുതിയും. ആഫാനി മിമ്മ ബതലാക, അയാളെ പരീക്ഷണത്തിനെ പോലെ നീ എന്നെ പരീക്ഷിക്കണില്ലല്ലോ, ഈ ഒരു പരീക്ഷണം എനിക്ക് നീ തന്നില്ലല്ലോ. വഫളലനി, എനിക്ക് നീ ശ്രേഷ്ഠത നൽകി. അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീല, എല്ലാ നിനക്കുള്ള ഫضലുകളോടുകൂടി അല്ലാഹു നീ എനിക്ക് പ്രൊട്ടക്ഷൻ നൽകി, സംരക്ഷണം നൽകി. അതുകൊണ്ട് അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതി എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഭൂമിയിലുള്ള മനുഷ്യരോട് നമ്മൾ കരുണ കാണിച്ചാൽ യർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവൻ ഉപരിയിലുള്ളവൻ നമ്മളോട് കരുണ കാണിക്കും. അതുകൊണ്ട് ആ എല്ലാ മനുഷ്യരോടും നന്നായി പെരുമാറാൻ നമുക്ക് കഴിയണമെന്നാണ് സൂചിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണയുള്ള ഹൃദയങ്ങളുടെ ഉടമകളായി നമ്മേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനകളിൽ ഓരോ മനുഷ്യർക്കും വേണ്ടി നമ്മൾ കാണുന്ന പരീക്ഷണങ്ങൾ കാണുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ അൽ ഫർദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസികും വ ഇയ്യായ സാനിയും ബിത്തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശാലമായ ഒരു വിഷയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. കരുണ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മളിങ്ങനെ കരുണ കാണിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് നതീജകളുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തും. അതിങ്ങനെ ഓടിച്ചിങ്ങനെ വായിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നതീജത്തുൽ അമൽ, നമ്മളിങ്ങനെ അമലുകൾ ചെയ്താലുള്ള ഫലം എന്താണ്? ഇൻതാജുൽ അമലു അൽ ജയ്യിദ്, ഇതിന്റെ നതീജയായി വരുന്നത് നല്ല അമലുകൾ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമെന്ന്. വതബാദുലുൽ ഖൈറാത്ത്,
പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന് ഖൈറുകൾ നൽകിക്കൊണ്ടിരിക്കും. നല്ല കാര്യങ്ങൾ, നല്ല കാരുണ്യമുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ നമ്മളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരമായി ഖൈറുകൾ നൽകുമെന്ന്. മൂന്നാമത്തത് തകാമുലുൽ അമൽ വ തക്സീറു ബറകാതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു അമൽ നമ്മൾ ചെയ്താലും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അല്ലാഹു എത്തിച്ചു തരും. വ തക്സീറു, അതുപോലെ അത് വർദ്ധിപ്പിക്കുകയും ബറകാതുഹു, അല്ലാഹു ബറക്കത്ത് നൽകുകയും ചെയ്യുമെന്ന്. നാലാമത്തത് തൗഫീറുൽ വഖ്ത് വൽ ജുഹദ്, പരിശ്രമവും അതുപോലെ തന്നെ സമയവും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വർദ്ധിപ്പിച്ചു തരുമെന്ന്. അതിൽ വഫർ ഉണ്ടാക്കും, വർധനവുണ്ടാക്കും. അൽ ഇസ്ഹാം ഫീ ഇൻജാസുൽ അമൽ കബീറ ഫീ വഖ്തിൻ കസീർ. മറ്റൊന്ന്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പല അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല, വലിയ പ്രവർത്തനങ്ങളെ അല്ലാഹു ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചെയ്തു കൊടുക്കുന്ന മനുഷ്യർക്ക് നൽകുമെന്നാണ്. ആറാമത്തത് ഇആനത്തുൽ മദ്ലൂം വൽ മുസാഅദ, ആക്രമിക്കപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്നത് കൊണ്ട് ഫി തജന്നബി വഇൻതിശാരി ദുൽമ, അയാളെ ദുൽമ പ്രവർത്തിക്കുന്നതിൽ നിന്ന്, അത് പ്രചരിപ്പിക്കുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി നിർത്തുമെന്ന്. ഏഴാമത്തത് സലാമത്തുൽ ഖുലൂബ് വ തൻഖിയതിഹാ, ഹൃദയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനപൂർവ്വമാക്കുകയും വ തൻഖിയതിഹാ, അതിനെ ശുദ്ധിയാക്കുകയും ചെയ്യും. മിമ്മാ യുഫ്സിദുഹാ, അതിനെ എല്ലാം ഫസാദാക്കുന്നുണ്ടോ, ഏതെല്ലാം കുഴപ്പങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയം പോയി പെടുന്നുണ്ടോ അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യർക്ക് അല്ലാഹു അതിനെ ഫസാദാക്കാതെ രക്ഷപ്പെടുത്തി വെക്കുമെന്നാണ്. അടുത്തത് തഹഖീഖു മബ്ദഉൽ അമലിൽ ജമാഇ വൽ ഇത്ഖാൻ ഫിൽ അഅമാൽ, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തെയും അതിന്റെ ഒരു പൂർണ്ണത, അതിന്റെ ഒരു പെർഫെക്ഷനിലേക്ക് പൂർണ്ണമായും നല്ല രീതിയിൽ ജമാഅത്തായി അതിനെ ചെയ്തു തീർക്കാൻ അത് കാരണമായി തരുമെന്ന്. അടുത്തത് സബബുൽ ലിമഹബ്ബത്തില്ലാഹി തആല വ മഹബ്ബത്തി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും റസൂലിന്റെ ഇഷ്ടവും കരഗതമാക്കാനുള്ള കാരണമായി ഇക്കാര്യങ്ങൾ മാറുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൗഹീദ് ഉറപ്പിച്ച് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ, കരുണയുള്ള മനുഷ്യരാണ് നമ്മളെങ്കിൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൂടെ നമ്മളിലേക്ക് വന്നു ചേരും. യാ മുഹമ്മദ് അൻത റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ്. വഹാതമുൽ അംബിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവസാനത്തെ പ്രവാചകനാണ്. ഗഫറല്ലാഹു ലക, അല്ലാഹു താങ്കൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. മാ തഖദ്ദമ വ മാ തഅഖർ, മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും താങ്കൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. ശഫഅ ലനാ, അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണമെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കാരുണ്യവാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തികൾക്ക് വേണ്ടി യാ മുഹമ്മദ് ഇർഫഅ റഅസക്, റസൂലേ താങ്കൾ എഴുന്നേൽക്കുക എന്ന് അല്ലാഹു പറയുന്നത് വരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുമെന്നാണ്. അങ്ങനെ സുജൂദിൽ കിടന്നിട്ട് അള്ളാഹു എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന വാചകം എന്ന് പറയുന്നത് ഞാൻ പറയും ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പറയുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യമായ മഹനീയമായ സ്വർഗത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചവരെ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസും മിൻ ഖൽബിഹി, ഹൃദയത്തിൽ നിഷ്കളങ്കമായി ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ശുപാർശ നൽകി എല്ലാ തൗഹീദുള്ള മനുഷ്യരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുമെന്ന്. പ്രിയമുള്ളവരെ, ഇതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കാരണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂൽ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചതാണ്. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. അതുകൊണ്ട് മുഅ്മിനുകളായി ജീവിക്കാനും ഇങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടം കരഗതമാക്കുന്ന, അള്ളാഹുവിന്റെ നന്മകൾ, അള്ളാഹു നൽകുന്ന നന്മകൾ അത് കരഗതമാക്കുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്ന രൂപത്തിൽ നമ്മൾ അമലുകളുമായി മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ കൊണ്ട് മുന്നേറി അവന്റെ മഹനീയമായ സ്വർഗത്തിൽ ഉൾച്ചേരുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأضل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.